നമ്മൾ C4 സെറാമിക് ഹബിലാണുള്ളത്. അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ സെറാമിക് ചെയ്താലുള്ള ഗുണങ്ങൾ? അതായത് എല്ലാവരും വിചാരം സ്ക്രാച്ച് ആവില്ല എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട് സെറാമിക് ചെയ്ത് കഴിഞ്ഞാൽ. അത് വെറുതെയാണ്, വണ്ടിയിൽ സ്ക്രാച്ച് ആവും. പക്ഷെ ഇപ്പം ഈ സെറാമിക്കിനെ പറ്റിയിട്ട് അതായത് ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്ന് പറയാൻ പറ്റും? ഇതാണ് സെറാമിക് അപ്ലൈ ചെയ്യുന്നത്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റൈനോ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇരിങ്ങാലക്കുട C4 സെറാമിക് ഹബിലേക്കാണ് പോകുന്നത്. നമ്മുടെ വണ്ടി ഒന്ന് സെറാമിക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ സെറാമിക് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ഒരുപാട് സ്ക്രാച്ചസ് വീണു. അതുപോലെ തന്നെ ഇപ്പോൾ ഹെൽമെറ്റ് എടുത്തത് നിങ്ങൾക്കറിയാലോ, ഹെൽമെറ്റും ആയിക്കോട്ടെ നമ്മൾ റൈഡൊക്കെ പോകുമ്പോൾ ഒരുപാട് സ്ക്രാച്ചസ് വീണുണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടി ആയിക്കോട്ടെ, നിങ്ങൾക്ക് സ്ക്രാച്ചസ് വീഴുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇത്രയും നമ്മുടെ വണ്ടി ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതുമ്പോൾ സ്ക്രാച്ചസ് ഇങ്ങനെ നിരന്തരം വീണുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ഒരുപാട് സങ്കടമാണ്. അപ്പോൾ നമ്മുടെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ സജസ്റ്റ് ചെയ്ത് തരുന്നതാണ് എന്തായാലും സെറാമിക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മളത് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ നോക്കി കഴിഞ്ഞപ്പോഴൊക്കെ ബഡ്ജറ്റ് കൊണ്ട് നമുക്ക് ഒത്തില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുള്ളൂ എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിരുന്ന് നോക്കി അവസാനം ഇരിഞ്ഞാലക്കുട ഗ്യാരേജ് 40 പിറ്റ് സ്റ്റോപ്പാണ് നമുക്ക് ഈ ഷോപ്പ് സജസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ അവിടെ ചെന്ന് അവരെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴും ചെയ്ത വർക്കുകളൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ റേറ്റും നല്ല മാന്യമായിട്ടുള്ള റേറ്റാണല്ലോ. അതുപോലെ തന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയ റേറ്റിൽ നല്ല ക്വാളിറ്റിയിൽ സാധനം ചെയ്തു തരാമെന്ന് ഉള്ള സെറ്റപ്പിൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ചെന്ന് കഴിഞ്ഞാലും മോശം പറയില്ല, അത്രയും നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്തു തരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ഗ്യാരേജ് 40 പിറ്റ് സ്റ്റോപ്പിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ C4 സെറാമിക് ഹബിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ആദ്യം വണ്ടിയുടെ കുറച്ച് ആക്സസറീസ് ഫിറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സംഭവങ്ങൾ അഴിച്ചു മാറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി സെറാമിക് ചെയ്യാൻ പോവാണ്. അപ്പോൾ പറഞ്ഞല്ലോ സെറാമിക് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ വണ്ടിമത്തെ കുറച്ച് പാർട്സുകൾ ഊരി വയ്ക്കാനായിട്ടുണ്ട്. ഇതിൻ്റെ മിററും കാര്യങ്ങളൊക്കെ ഒന്ന് ഊരി വയ്ക്കണം. വേറെ ഒന്നുമല്ല, അവിടെ കയറ്റി നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറേ കൂടെ കംഫർട്ടബിളായിട്ട് ചെയ്യാനായിട്ട് കുറച്ച് സംഭവങ്ങൾ ഇതൊന്ന് ഊരണം. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വണ്ടിയുടെ ആക്സസറീസ് ആണെങ്കിലോ അല്ലെങ്കിൽ ജെന്യൂൻ പാർട്സ് ആയിക്കോട്ടെ, സംഭവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിക്കോട്ടെ, മോഡിഫിക്കേഷൻ വർക്ക് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഗ്യാരേജ് 48 കോൺടാക്ട് ചെയ്താൽ മതി. അവർ ഇൻസ്റ്റാ പേജിൽ മെസ്സേജ് അയച്ചാൽ മതി. അളിയ വണ്ടിയുടെ മിററ് സാധനങ്ങളൊക്കെ നമുക്ക് അഴിച്ചു വരണം. എന്താ പറയുക, പുതിയ മറ്റേ മിറർ നോക്കണം. ഒരു മിററ്, അത് മിറേഴ്സ് എങ്ങനത്തെയൊക്കെയുള്ളത്? ടൈപ്പല്ലേ? ഇനി പിക്ക് അയച്ചേർന്നോട്ടെ. ഇത് തന്നെ ഇത് അടിയിലേക്ക് വയ്ക്കണോ മുകളിലേക്ക് വയ്ക്കണോ നല്ലത്? അടിയിലേക്ക് വയ്ക്കുന്നത് ബെറ്റർ. ഇത് ഫിറ്റ് ചെയ്യാം നമുക്ക്, പിന്നെ ബാക്കി സംഭവങ്ങളൊക്കെ പോരാം. അതുപോലെ തന്നെ ഈ ഷോപ്പിനെ പറ്റി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ വണ്ടി വർക്ക് ചെയ്യണത് ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ചെയിൻ ലൂബിങ് ആയിക്കോട്ടെ, ക്ലീനിങ് ആയിക്കോട്ടെ, ടൈറ്റിങ്ങോ എന്ത് കാര്യങ്ങളോ, ഇപ്പോൾ എക്സ്ട്രാ ഫിറ്റിങ്സ്, ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിലും ഞാൻ ഇവിടെ തന്നെ വരാറ്. കാരണം ഒന്നാമത് എനിക്ക് അടുത്താണ്, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായ റേറ്റാണ്. എല്ലാ സാധനങ്ങൾക്കും നമുക്ക് മാന്യമായിട്ടുള്ള റേറ്റിൽ തന്നെയാണ് ചെയ്തു തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് ചെയ്യാം. അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെക്കില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഇവിടെ സ്റ്റോക്കില്ലാത്ത ഏതെങ്കിലും ബ്രാൻഡിൻ്റെ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ഇവർ എത്തിച്ചേരും. അതുപോലെ തന്നെ കൊറിയർ ചാർജസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സംഭവങ്ങൾ കൊറിയർ ചെയ്ത് തരും. അത് നിങ്ങൾക്ക് ഏത് സംഭവം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, ഗ്യാരേജ് 48 പിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാ പേജ് ഉണ്ട്. ആ പേജിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ് ഏതാണോ ആ പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് കൊറിയർ ചെയ്ത് തരും. അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ വണ്ടികളും ആക്സസറീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഗ്യാരേജ് 48 കോൺടാക്റ്റും ഞാനിതിൻ്റെ അടിയിലിടാം. മിററും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഊരേണ്ട കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് സെറാമിക് ചെയ്യണ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നേരിട്ട് കാണാം.
നമ്മൾ C4 സെറാമിക് ഹബിലാണുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടെയാണ് നമ്മുടെ വണ്ടി കയറ്റാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, സെറാമിക് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കിയായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബഡ്ജറ്റിലും ആ ഒരു ക്വാളിറ്റിയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി എത്തിയത് ഇവിടെയാണ് ലാസ്റ്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് അടുത്താണ്, എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ആകെ 7 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് വരണുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കാണാം. ഇവിടുത്തെ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ പേര് പറഞ്ഞു? സോനു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എത്ര നാളെ തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഫെബ്രുവരിയിലാണ്. ഞാൻ ആദ്യം പാലക്കാടായിരുന്നു. അവിടെ ഞങ്ങൾ 4 പാർട്ട്നേഴ്സ് കൂടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനുശേഷം ഇവിടേക്ക് വന്നതാണ്. ഈ ഫെബ്രുവരിയോടുകൂടി ഇവിടെ വന്നു. ഇവിടെ ഇപ്പോൾ ഫെബ്രുവരി 6-ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഈ സെറാമിക്കിനെ പറ്റിയിട്ട്, അതായത് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്ന് പറയാൻ പറ്റുമോ? സെറാമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് സെയിം ഗോബി എന്ന് പറഞ്ഞാൽ നോട്ടന്റെ ഒരു ഇതാണ്, എന്താ പറയുക, മെറ്റീരിയൽ. അത് വരുന്നത് UK ബേസ്ഡ് ആണ്. അവര് മെറ്റീരിയലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇപ്പൊ ഈ വണ്ടിയെല്ലാം നമുക്കത് കഴിഞ്ഞിട്ട് വന്നതാണ്. ഒരു സർവീസിന് വന്ന വണ്ടികളാണ്. ഇതിപ്പോ ചെയ്യാനുള്ള വണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരെ മാർക്കറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു. നല്ല ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ. ഇതിപ്പോ എത്ര ദിവസമൊക്കെ എടുക്കും ഒരു ബൈക്ക് ചെയ്യാനാണെങ്കിൽ? നമുക്ക് ബൈക്ക് ചെയ്യാൻ പറഞ്ഞത് 2 ദിവസമാണ്. 2 ദിവസം 48 hours ആണ് പറയുന്നത്. ഇന്ന് മോർണിംഗ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഈവനിങ് ആവുമ്പോൾ നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കും. അതിന് മുമ്പ് തന്നെ നമുക്ക് കൊടുക്കാം. കാറൊക്കെ ആണെങ്കിലോ? കാറൊക്കെയാണ് 3 ദിവസമാണ് പറയുന്നത്. നമുക്കൊരു നൈറ്റ് എന്തായാലും ക്യൂറിംഗ് ടൈം എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ ചെയ്ത് കിട്ടിയാൽ ഓക്കെയാണ്. അത്രയും നല്ലതാണ്. ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി എന്തോരം ഉണ്ടാവും? നമ്മൾ കാറൊക്കെ ആണെങ്കിൽ ഇപ്പൊ 1 year to 3 year വരെയാണ് നമുക്ക് കൊടുക്കണം. ബൈക്കൊക്കെ 2 year ആണ് കൊടുക്കണം. അതിനനുസരിച്ചുള്ള എക്സ്പെൻസും കാര്യങ്ങളാണ് വരുന്നുണ്ടല്ലേ? ഇതിന്റെ പാക്കേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? പാക്കേജ് വരുന്നത് ബൈക്കിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് 2 layer കോട്ടിംഗ് ആണ് വരിക. അതായത് സെറാമിക് 2 layer ആണ് ചെയ്യുക. അതിന് മുമ്പുള്ള കോമ്പൗണ്ടിങ്ങൾ വേറെ ഉണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെ നോട്ടന്റെ തന്നെ ഫറാക്ല എന്നുള്ള മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ റീസെന്റ് ലോഞ്ച് ആയ 2-3 പ്രൊഡക്ട്സ് ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു 3 കോട്ടിങ് ചെയ്യുമ്പോൾ തന്നെ വണ്ടിയുടെ മെയിൻ സ്ക്രാച്ചസ് എല്ലാം കളഞ്ഞിട്ട് തന്നെ ചെയ്യാം. അതുപോലെ ഇത് ഫില്ലേഴ്സ് ഉള്ളതല്ല, എല്ലാം പക്ക കോമ്പൗണ്ടിങ് ആണ്. അതായത് നമ്മുടെ ഫില്ലേഴ്സ് ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്ക്രാച്ചസ് വന്നാൽ തന്നെ ഈ സ്ക്രാച്ച് കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും കാണിക്കും. ഒരു വാഷിംഗ് ഒക്കെ കഴിയുമ്പോൾ വരും. അതായത് ഈ ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ക്രാച്ചിൽ ഫില്ലേഴ്സ് വീണിട്ട് ആ സ്ക്രാച്ച് അടച്ചു കളയും താൽക്കാലികമായിട്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വീണ്ടും വരും. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫറാക്ലയുടെ ഒരു പ്രൊഡക്റ്റാണ്. അത് വന്നു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം സ്ക്രാച്ചുകളെല്ലാം എന്നേക്കുമായിട്ട് നമുക്കത് കളയാൻ പറ്റും. എന്നിട്ടാണ് നമ്മളൊരു സെറാമിക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ഒരു ഗ്ലോസിനെസ്സും ഇതും വളരെ കൂടുതലാണ്. റീസെൻ്റ്ലി ആയിട്ടാണ് അവർ ലോഞ്ച് ചെയ്തത്. ഞാൻ വേണേൽ കാണിക്കാം പ്രൊഡക്ട്സ്. ഇത് വരുന്നത് G360 എന്ന് പറഞ്ഞ സൂപ്പർ ഫാസ്റ്റ് കട്ട് കോമ്പൗണ്ടാണ്. ഇത് വളരെയധികം കട്ടിങ് വരുന്നതാണ്. അതായത് നമ്മളിപ്പോൾ സെറാമിക് ചെയ്യുന്ന വണ്ടികൾക്കൊക്കെ വളരെ എന്താ പറയുക, സെറാമിക്കിന് മാത്രമായിട്ട് യൂസ് ചെയ്യണേ ഭയങ്കര റിസൾട്ടാണ് ഇതിൽ വരുന്നത്. ഞങ്ങളിപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിക്കുകയാണ്. അതിന് വളരെ നല്ല റിസൾട്ടാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഫറാക്ലയുടെ തന്നെ ഷോർട്ട് ബൂൾ പാഡ്. അതും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ രണ്ടും തമ്മിലുള്ളൊരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അമേസിംഗ് ആണ്. അതിൻ്റെ ഒരു റിസൾട്ട് അടിപൊളിയാണ്. അതിൻ്റെ തന്നെ ഗ്ലേസ് ആണ്, അതായത് അതിൻ്റെ ഫൈൻ ഫിനിഷിങ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണിത്. ഇതും നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല റിസൾട്ടുള്ള മെറ്റീരിയലാണ്. നമ്മൾ സെറാമിക്കിന് ഉപയോഗിക്കുന്ന മെയിൻ 2 മെറ്റീരിയൽസാണ് ഇത് രണ്ടും. ബാക്കി നോർമൽ വർക്കിന് കുറവാണ്, സെറാമിക്കിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പം നമ്മുടെ വണ്ടിക്കായാലും ഇത് തന്നെയാണ് ചെയ്യുക. ഈ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യാം. പാഡ് ഇതായിരിക്കില്ല, പാഡ് 3 inch പാഡായിരിക്കും, നോർമൽ പാഡായിരിക്കും. അത് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കാണാം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ സെറാമിക് ചെയ്തുള്ള ഗുണങ്ങൾ? സെറാമിക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ പറയാം. അതായത് എല്ലാവരും വിചാരം സ്ക്രാച്ച് ആവില്ല എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട് സെറാമിക് ചെയ്ത് കഴിഞ്ഞാൽ. അത് വെറുതെയാണ്. വണ്ടിയുമ്പോൾ സ്ക്രാച്ച് ആവും, പക്ഷേ വളരെ ഹാർഡായിട്ടുള്ള സ്ക്രാച്ചുകൾ മാത്രമേ ഏൽക്കുള്ളൂ. ഇതിൻ്റെ മേളിൽ വരുന്ന ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊന്നും ഇതിൽ കിട്ടില്ല. അതായത് ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുക, അതായത് സ്ക്രാച്ച് ആയത് വളരെ ഉള്ളിലേക്ക് പോകില്ല. ക്ലിയറിന് മേളിലൊരു കോട്ടിങ് പോലെയാണ് വരിക. അപ്പോൾ നമുക്ക് അത് കാണാനൊന്നും പറ്റില്ല, എങ്കിലും ഒരു കോട്ടിങ് ഉണ്ടാവും. അതുകൊണ്ട് ആ സ്ക്രാച്ചുകൾ നമുക്ക് അധികം ഡെപ്തിലേക്ക് പോവില്ല. അതായത് ഹീലാവോ? എന്തെങ്കിലും ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വേണമെങ്കിൽ ഹീലായി പോകും. നമ്മുടെ പ്രൊഡക്റ്റിന് സെൽഫ് ഹീലിംഗ് ഇല്ല. നമ്മുടെ നോട്ടന്റെ അതിന് വേറെ മെറ്റീരിയൽസ് ആണ്. ഈ മെറ്റീരിയൽ അല്ലാതെ തന്നെ നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ളതാണ്. അത് ഈ വണ്ടി കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ വന്നതാണ് സർവീസിന്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ വണ്ടിയോടെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. Many hours later.
അപ്പോൾ ഇത് നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ഏകദേശം പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നാളെയാണ് സെറാമിക് ഇടുന്നത്. അപ്പോൾ നാളെയാണ് ബാക്കി കാര്യങ്ങൾ ഒക്കെ നമ്മൾ കാണിക്കുന്നത്. The next day. വണ്ടി കൊടുത്തിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഏകദേശം എന്താ പറയുക പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അടുത്ത സ്റ്റേജുകളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ കാണാം. പുള്ളിയുടെ തന്നെ നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം കേട്ടോ. എന്തൊക്കെയായി കാര്യങ്ങൾ? നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നൊരു ദിവസം കൊണ്ട് നമ്മളതിന്റെ ഡീറ്റെയിലിംഗ് വർക്ക് ഫുള്ള് കഴിഞ്ഞു. അതായത് കറക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി. കുറച്ച് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പെയിന്റ് ആദ്യം ചെയ്യും, അതിനുശേഷം സെറാമിക് ചെയ്യാം. ഇപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം അറിയാൻ പറ്റുന്നത് എനിക്കറിയില്ല. അത്രയും വണ്ടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയും ഇപ്പോൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പെയിൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കെന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ ഒരുപാട് സങ്കടമാണ്. അപ്പോൾ സെറാമിക് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് തോന്നിയൊരു സിറ്റുവേഷനിലാണ് നമ്മൾ വന്ന് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ വണ്ടി ശരിക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. അത്രയും ക്ലിയർ ആയിട്ടുണ്ട്, ഇത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത്രയും ക്ലീൻ ആയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്തിട്ട് ചെയ്യാൻ പോണേ? ഇനി നമ്മൾ പെയിന്റ് ഹൈലൈറ്റർ ചെയ്യും. അതായത് പെയിന്റിനെ കുറച്ചും കൂടി ഗ്ലോസി ആയാണ്. അതിനുശേഷം നമ്മൾ സെറാമിക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതുകൊണ്ടുള്ള മെയിൻ ഗുണങ്ങൾ എന്തൊക്കെയായി സംഭവം ചെയ്യുന്നത്? ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പെയിന്റ് കറക്ഷൻ ചെയ്തതിന് ശേഷം അതിലുള്ള ഒരു വാക്സിന്റെ അംശമൊക്കെ ഉണ്ടാവും നമ്മുടെ ഡീറ്റെയിലിന്റെ മെറ്റീരിയൽ. അതെല്ലാം നമുക്ക് ഇതിൽ പോകും. കാരണം ഈ ഒരു മെറ്റീരിയല് നമുക്ക് കുറച്ച് സ്പിരിറ്റിന്റെ അംശമുണ്ട്. അപ്പൊ അതെല്ലാം എടുത്ത് കളഞ്ഞോളും. അതുപോലെ പെയിന്റ് നല്ല രീതിയിൽ ഹൈലൈറ്റ് ആവും. ഇപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഗ്ലോസിലേക്ക് വരും ഈ ഒരു. ഇതാണ് ഇതിന് ഡോബർ എന്നാണ് പറയാ ഈ ഒരു ഇതിന്. ഇതാണ് നമ്മുടെ സെറാമിക് നോട്ടന്റെ തന്നെ പെയിന്റ് പ്രൊട്ടക്ഷൻ. പോളിഷ് ചെയ്യണ സംഭവം പോലെ തന്നെ അല്ലല്ല, ഇത് അപ്ലൈ ചെയ്യുന്നതാണ്. സെറാമിക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ്. ഇതിന് ഡോബർ എന്നാണ് പറയാ. ഓക്കെ, ഇതിലാക്കിയിട്ടാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം കാണാൻ പോകും. കാണാം. ഇതാണ് സെറാമിക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇനിയായിരിക്കും സെറാമിക് നമ്മൾ അപ്ലൈ ചെയ്യും. ഞാൻ ആദ്യമായിട്ടാട്ടെ ഈ സംഭവം കാണാൻ. ശരിക്കും ഒരു വെള്ളം പോലത്തെ ഒരു സംഭവം കേട്ടോ അപ്ലൈ ചെയ്യണത്. ലിക്വിഡാണ്. ഈ ഒരു ലിക്വിഡാണ് നമുക്ക് ഇതിന്റെ മേളിൽ ഒരു ലെയർ പോലെ വരിക ചെയ്യുന്നത്. ഒരു ക്ലിയർ കോട്ട് പോലെ തന്നെ ഒരു ലെയർ പോലെ ഇതിന് മേളിൽ. ഇതൊരു നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് സെക്കൻഡ്സ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കത് അതിൽ അപ്ലൈ ആയിട്ട് കുറച്ച് വേസ്റ്റേജ് ഉണ്ടാവും. ആ വേസ്റ്റേജ് ആണ് നമ്മൾ വൈപ്പ് ചെയ്ത് എടുക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റിങ്സ് വരുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഒന്ന് ഡ്രൈ ആവണം. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ വൈപ്പ് ചെയ്തെടുക്കുക ചെയ്യാം. അതിൽ ഉണങ്ങി സെറ്റ് ആയതിനു ശേഷം വേസ്റ്റേജ് ആണ് മുകളിൽ നിൽക്കുക. ആ വേസ്റ്റേജ് ആണ് നമ്മൾ വൈപ്പ് ചെയ്തെടുക്കുക. ഒന്നുകൂടെ ക്ലിയർ ആയി വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചു നേരം നമ്മള് ഈ സെറാമിക്കിനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്ലാസ് പോലെ ആവും. ശരിക്കും ഗ്ലാസ് പോലെ ആവും. നമ്മുടെ ആ ബോട്ടിലിന്റെ തുമ്പിൽ തന്നെ നമ്മള് ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഇപ്പൊ നമ്മൾ ഒഴിച്ചു വെക്കണത് കുറച്ച് കഴിയുമ്പോ അതൊരു ഗ്ലാസിന്റെ ഇതുപോലെ കാണുമ്പോ ശരിക്കും ഒരു വെള്ളം തൂക്കണവരോ ഓയിൽ തൂക്കണവരോ. അതെ അതെ അതെ, സംഭവം ഒന്നുകൂടെ ക്ലിയർ ആയിട്ടോ. ഒന്നും കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആവും. ഒന്നും കൂടി നല്ല ഗ്ലോസിനെസ്സിക്ക് വരും. ഇത് പരിചയപ്പെടുത്തില്ല. ഇതാണ് താരിഖ്. ആള് ആലുവെള്ളമാണ്. നമുക്ക് സെറാമിക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹമാണ് ചെയ്ത് തരാം മെയിനായിട്ട്.
കുറച്ചും കൂടി എക്സ്പേർട്ട് ആണ്, വർഷങ്ങളെ എക്സ്പീരിയൻസ്. ദുബായിലൊക്കെ ആയിരുന്നു പറഞ്ഞു. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. കുറെ സ്ഥലത്ത് പോയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഫ്രീലാൻസർ ആണ് മെയിൻ ആയിട്ട്. ഇന്നലെ വന്ന സിറ്റിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് The next day. വണ്ടി കൊടുത്തിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. വണ്ടി ഇന്നാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ എന്താ പറയുക, വണ്ടി നമുക്ക് കാണാം കേട്ടോ, എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തരാനായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. സെറ്റല്ലേ അപ്പോൾ? അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ ഇട്ടു രാത്രി. ശേഷം അതിനൊരു ക്യൂറിംഗ് ടൈം പറഞ്ഞിട്ട് ഒരു നൈറ്റ് 12 hours ആണ് പറയാം. 12 hours വേണം വെച്ച് വേണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ക്യൂറിംഗ് ടൈം, അല്ലെങ്കിൽ നമ്മൾ IR ലൈറ്റും BR ലൈറ്റും ഒക്കെ വെച്ചാൽ ചെയ്യാം. അപ്പൊ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ല. നൈറ്റ് ഫുൾ ആയിട്ട് ചെയ്ത് അത് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ നമ്മളൊരു ഓപ്ഷൻ ചെയ്യാം. ഇതിപ്പോ നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് സമയമുണ്ട്. ചെയ്തു എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. ഇനി ഒരു 1 week എങ്കിലും ഒന്ന് വാഷ് ചെയ്യാൻ നോക്കുക, ഷാമ്പു വാഷ് ചെയ്യാതെ. നാളെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഒന്ന് സെറ്റ് ആയിക്കോളൂ നല്ല രീതിയിൽ. ഓക്കെ, 1 week ശേഷം. അപ്പൊ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് 1 week എങ്കിലും ഷാമ്പു വാഷ് ചെയ്ത് കൊണ്ടുപോകണം. പക്ഷേ നോക്കി കഴിഞ്ഞാൽ നല്ലതാണ്, കുറച്ചും കൂടി റിസൾട്ട് നമുക്ക്. ഞാൻ എല്ലാവരോടും അങ്ങനെ പറയും, 1 week കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഷാമ്പു വാഷ് നോർമൽ വെള്ളമൊക്കെ അടിക്കുന്ന പ്രശ്നമില്ലെങ്കിലും ഷാമ്പു വാഷ് ഒരു 1 week കഴിഞ്ഞിട്ട് മതി. 1 week കഴിഞ്ഞിട്ട് ഷാമ്പു വാഷ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു മാൻഡേറ്ററി അല്ല പറഞ്ഞാൽ, കുറച്ചുകൂടി നല്ലതാണ്, ബെറ്റർ ആണ്, ബെറ്റർ ഓപ്ഷൻ. അതുവരെ നമ്മൾ സാധാരണ വെള്ളമടിച്ച് ഇപ്പൊ ചെളിക്ക് എന്തായാലും ആവും, ഓടിക്കാതെ എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ചെയ്തത് നമ്മൾ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. ഹൈഡ്രോപോണിക് ആയിരിക്കും. ചേമ്പില് വെള്ളം നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതായിരിക്കും. കണ്ടോ, വെള്ളം പിടിക്കണില്ല, നനയണില്ല വണ്ടി. കൊള്ളാം. ഇതിപ്പോ മഴയത്ത് നമ്മളൊക്കെ വണ്ടി സെറ്റായിരിക്കും. ഇതിപ്പോ ഈ നിക്കണ ബബിൾസ് ആയാലും ഊതി കഴിഞ്ഞാൽ പോലെ. അങ്ങനെയാണ് നമുക്കിത്, അതായത് നമുക്ക് കാണാൻ സാധിക്കില്ലോ. അപ്പൊ ഇതൊന്ന് കറക്റ്റ് ആക്കാൻ കാണാനും ഉള്ള ഒരു ഇതാണ് അവസ്ഥ. ഉണ്ടാവും ഊതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോണ്. വെള്ളം ഇട്ട് നിന്നല്ലേ കറക്റ്റ് ചെയ്യുമ്പോൾ എഫക്റ്റ് അല്ലേ? അതെ അതെ അതെ, അങ്ങനെയാണ് സംഭവം കൊള്ളാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. വണ്ടി കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. വെട്ടി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് സാധനം, ഒരു രക്ഷയില്ല. നമുക്ക് വണ്ടി ഒരുപാട് കെയർ ചെയ്ത് കൊണ്ടു നടക്കണവരാണ്. അതുപോലെ തന്നെ നല്ല നല്ല പെയിൻറ്റിങ്ങുകൾ. ഇപ്പോൾ വണ്ടി പുതിയതുപോലെ തന്നെ ഇരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ സെറാമിക് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ലിങ്ക് ത്രൂ വരുന്നവർക്ക് 10% ഓഫ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, വണ്ടിയുമ്പോൾ ചെളിയൊന്നും പിടിക്കില്ല. നിങ്ങൾക്ക് പക്ക ക്ലീനായിട്ട് വണ്ടി കൊണ്ടു നടക്കാം. നമ്മൾ ഒരുപാട് മെനക്കെടുന്ന ഒരു സംഭവമാണ് വണ്ടി കഴുകാനും കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്രയും വണ്ടി നീറ്റായിട്ടിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഓഫും കൂടി ഉണ്ട്, നിങ്ങളെന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ഇപ്പോൾ കാറിന് മാത്രമേ നിലവിൽ PPF, ഇപ്പോൾ കുറേ പേര് PPF ഒക്കെ ചെയ്യുന്നുണ്ട്. നിലവിൽ കാറുകൾക്കൊക്കെ PPF ഉണ്ട് ഇവിടെ, ബൈക്കുകൾക്ക് നിലവിൽ ചെയ്യണില്ല, ഉടനെ തന്നെ തുടങ്ങും. അപ്പോൾ നിങ്ങളെന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പറും ഇൻസ്റ്റാഗ്രാം ID യും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇവരുടെ റീസെൻറ്റ് വർക്ക്സൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ബെൽ ബട്ടൺ അടിക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.